ഇതിന്റെ എല്ലാം അവസാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ വിചാരിക്കുന്നു ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നമ്മൾ എന്താണ് മരിക്കും, മരിച്ചതിന് ശേഷം ദൈവത്തോടു കൂടെ സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതും ഒരു മൂഢവിശ്വാസം മാത്രമാണ്. യഥാർത്ഥത്തിൽ അതല്ല സത്യം. ഈ ഭൂമി മുഴുവനും കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നതിന്റെ കാര്യം എന്താണ്? നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ദൈവമേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും എന്താണ് എന്റെ ജീവിതത്തിൽ ഈ ദുഃഖങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ ഭൂമിയിൽ കൊറോണ അയച്ചത് ആരാണ്? ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന ആരാണ്? ദൈവമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ യുദ്ധങ്ങളും ക്ഷാമങ്ങളും എല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ദൈവത്തിന്റെ കളികളാണ്. അയ്യോ, ഒരു ദൈവം സ്നേഹമാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ലോകം മുഴുവൻ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്നു, എന്റെ ജീവിതവും ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നു. ഇതൊക്കെ ദൈവം തന്ന വിധിയാണെന്ന് നമ്മളിങ്ങ് വിചാരിക്കുകയാണ്. എനിക്കൊരു അമ്മയുണ്ടായിരുന്നു, ആത്മാരോഗ്യമായിരിക്കുന്ന, ദാരിദ്ര്യത്തിൽ കഴിയുന്ന എന്റെ ബാല്യകാലത്തില്. അമ്മയെ കഠിനമായിരിക്കും ദാരിദ്ര്യത്തിലും ആശുപത്രിയിൽ പോലും പോകാൻ 10 പൈസ ഇല്ലാതെ നിലവിളിക്കുമ്പോഴേ എന്റെ അമ്മ പറയും, മോനെ ഇതെല്ലാം ദൈവം തന്ന വിധിയാണെന്ന്. എന്റെ അമ്മ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. ദൈവം തന്ന വിധി ഇതല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ എല്ലായിടത്തും കണ്ണുനീരും നിലവിളികളും ദുഃഖങ്ങളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഈ കാണുന്ന എല്ലാ ദുരവസ്ഥയ്ക്കും കാരണം ദൈവമല്ല.